to our English class again. So, മക്കളെ നോക്കൂ, നമ്മുടെ Ploughman എന്ന് പറയുന്ന പോം നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ ലൈവിൽ എന്താണ് അടിപൊളിയായിട്ട് എന്താണ് ആ ഒരു പോം, എങ്ങനെയാണ് റൈറ്റർ നമ്മളോട് മെസ്സേജ് കൺവേ ചെയ്യുന്നത്, ആരൊക്കെയാണ് അതിൽ ഉപമിക്കുന്നത്, കമ്പാരിസൺ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ് എന്ത് ചെയ്തത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, വെറും ആക്ടിവിറ്റി വീഡിയോ മാത്രമാണ്. സോ നമുക്ക് തുടങ്ങാം. ഇവിടെ ആക്ടിവിറ്റി 1 എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. A poet turns letters and words into various styles to frame lines of a poem. A poet turns letters, ഒരു കവി എന്താ ചെയ്യുന്നത്, he turns letters and words, അക്ഷരങ്ങളും വാക്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, into various styles to frame lines of a poem, ഒരു പോയത്തിന്റെ വരിയായി കിട്ടാൻ അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലേ, അദ്ദേഹത്തിന് എന്താണ് ഒരു ക്രിയേറ്റിവിറ്റി, അദ്ദേഹത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആവാൻ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അക്ഷരങ്ങളും അതേപോലെ വാക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. Likewise, a farmer turns seeds to crops. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഒരു കൃഷിക്കാരൻ, ഒരു കർഷകൻ എന്ത് ചെയ്യുന്നത്, turn seeds to crops, നമ്മുടെ സീഡ്സ് വിത്തുകൾ എന്താക്കി മാറ്റുന്നത്, ക്രോപ്സ് വിളകളാക്കി മാറ്റുന്നത്. Which lines give you this idea? നമ്മൾ പോം വായിക്കുന്ന സമയത്ത്, നമ്മൾ ദി Ploughman എന്ന് പറയുന്ന പോം വായിക്കുന്ന സമയത്ത് ഏത് ലൈനാണ് നമുക്ക് ഈ പറഞ്ഞ, നമ്മളിപ്പോൾ മേൽ പറഞ്ഞ ആശയം അത് പറയുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. ഏത് ലൈനാ നോക്കിയേ. This is the page whose letters shall be seen, changed by the sun to words of living green. This is a page whose letters shall be seen. ഇതാണ് എന്ത് പേജ്, whose letters shall be seen. ഇവരുടെ അക്ഷരങ്ങൾ എങ്ങനെയാണ് നാളെ നിങ്ങൾ കാണാൻ പോകുന്നത്. changed by the sun, നമ്മുടെ സൂര്യന്റെ വെളിച്ചമൊക്കെ തട്ടിയില്ലേ, അതിനാവശ്യമായിട്ടുള്ള വിത്തുകൾക്ക് ആവശ്യമായ വെളിച്ചമൊക്കെ തട്ടി. to words of living green, എങ്ങനെയാണ് വാക്കുകൾ, അക്ഷരങ്ങൾ വാക്കുകളായി മാറുമ്പോൾ, വാക്കുകൾ വരികളായി മാറുമ്പോൾ, വിത്തുകൾ സൂര്യന്റെ വെളിച്ചം തട്ടി എന്താകുന്നു, ലിവിങ് ഗ്രീൻ ആകുന്നു, നല്ല പച്ചപ്പുള്ള, നല്ല ഊർജമുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല പച്ചപ്പുള്ള വിളകളായിട്ട് മാറുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കർഷകന്റെ അക്ഷരങ്ങൾ എന്താകുന്നത്, അദ്ദേഹത്തിന്റെ വരികളായി മാറുന്നത്. ഇവിടെ എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ സീഡ്സ് വിത്തുകൾ എന്തായി മാറുന്നു, ലിവിങ് ഗ്രീൻ, നല്ല പച്ചപ്പുള്ള നല്ല വിളകളായിട്ട് മാറുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ. മിസ് എപ്പോഴും പറയേണ്ട ഈ പോം എന്താ, നമുക്ക് വായിക്കുന്ന സമയത്ത് ഭയങ്കര മെറ്റഫറിക് ആണ് അല്ലേ, ഭയങ്കര എന്താ പറയുക, ഉദാഹരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ നിറഞ്ഞു മൂടിക്കെടുക്കുന്നുണ്ട്, ഫുൾ എക്സാമ്പിൾസ് അല്ലേ, ഭയങ്കര സാഹിത്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും 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 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിക്കണം. ഇവിടെ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ആക്ടിവിറ്റി 2 എന്താ ചോദ്യം. In this poem the poet considers both farming and writing as creative work. In the poem, ഈ ഒരു കവിതയിൽ the poet considers both farming and writing, കൃഷിയായാലും എഴുത്തായാലും എന്താണ്, ഇതേപോലെ ക്രിയേറ്റീവ് വർക്ക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. Let's examine how the poet compares these two activities. നോക്കൂ ഇവിടെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഈ രണ്ട് ആക്ടിവിറ്റീസും എന്ത് ചെയ്യുന്നത്, കമ്പാരിസൺ ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത്. ഒരു എഴുത്തുകാരന്റെ കൃതി എന്താണ്, വർക്കിനെയും ജോലിയെയും നമ്മുടെ കർഷകന്റെ ജോലിയും എങ്ങനെയാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത്. Study the following table and fill in the missing parts. Use the hints given in the bracket. നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് പഠിക്കാം. അതിലുള്ള മിസ്സിംഗ് പാർട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫിൽ ചെയ്യുക. ഇവിടെ എന്തുണ്ട്, ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്ലൂസ് തന്നിട്ടുണ്ട്, ഹിൻസ് തന്നിട്ടുണ്ട്. യു ക്യാൻ യൂസ് ദാറ്റ് ഹിൻസ്. ഓക്കെ, സോ നോക്കൂ, ഇവിടെ നമ്മൾ ഫിൽഡ് ആൻസർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കോളത്തിൽ ഫസ്റ്റ് കോളം എന്താണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പോയിറ്റിനാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. What about the second column? Second column എന്താ ഇൻക്ലൂഡ് ചെയ്യുന്നത്, the second column includes the farmerയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ്, പോയിറ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പേജ് എന്താണ്, പുസ്തകത്തിലെ പേജ് ഉണ്ടെങ്കിൽ കർഷകന്റെ പേജ് ആയിട്ട് എന്താ നമ്മൾ പറയുന്നത്, നമ്മൾ ആ പാഠം എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വിശാലമായ എന്താണ് പാടം ആണല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിശാലമായ കൃഷിഭൂമി, വിശാലമായ മണ്ണ്, വിശാലമായിട്ടുള്ള പാടമാണ് എന്ത്, നമ്മുടെ കർഷകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ
പുസ്തകത്തിലെ പേജ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, അടുത്തത് നമ്മുടെ റൈറ്ററെ സംബന്ധിച്ചിട്ട് ലെറ്റേഴ്സ് അക്ഷരങ്ങളാണെങ്കിൽ എന്താണ് നമ്മുടെ കർഷകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അക്ഷരങ്ങളായിട്ട് പറയുന്നത്? അതെ, സീഡ്സ് ആണ്, വിത്തുകളാണ്. അടുത്ത് നോക്കി നിങ്ങൾ വേർഡ്സ് ആണ് അല്ലെ, വേർഡ്സ്. ഓക്കെ, വാക്കുകൾ. എന്താണ് ഇവിടെ പറയുന്നത്? ക്രോപ്സ്. നോക്കൂ, അടുത്തത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പെൻ, അദ്ദേഹത്തിന്റെ പെന്നാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ആയുധം എന്താണ്? അദ്ദേഹത്തിന്റെ ടൂള്. എഴുതുന്ന പേനയാണെങ്കിൽ, പെന്നാണെങ്കിൽ, അക്കോർഡിംഗ് ടു ദ ഫാമർ, നമ്മൾ ഫാമറെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആയുധം എന്ന് പറയുന്നത് എന്താണ്? ഫാമിംഗ് ടൂൾസ് ആണ്, കൃഷി ചെയ്യുന്ന ആയുധങ്ങളാണ്, കൃഷി ചെയ്യുന്ന ആയുധങ്ങളാണ് അല്ലെ. അപ്പൊ ഇതാണ് എന്ത്, നമ്മൾ തമ്മിലുള്ള കമ്പാരിസൺ. ഈ ഒരു ആക്ടിവിറ്റി മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആട്ടോ, നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആക്ടിവിറ്റി. കാരണം നമുക്ക് ആവശ്യമുള്ള 1, 2, 3, 4 വലിയ പോയിന്റ്സ് ആണ് എന്തുള്ളത് ഇതിലുള്ളത്. ഇത് നമ്മൾ വിശദീകരിച്ച് എഴുതുമ്പോൾ തന്നെ ഏകദേശം എന്തായി, നമ്മുടെ പോം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ആക്ടിവിറ്റി എന്താ, വളരെ ഇമ്പോർട്ടൻ്റ് നമ്മളെ സംബന്ധിച്ച്. അടുത്തത് എന്താ, നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആക്ടിവിറ്റിയാണ്, വെരി ഈസി വൺ, വളരെ ഈസി ആയിട്ടുള്ളത്, സിംപ്ലസ്റ്റ് വൺ ആണ് ഇത് നമ്മുടെ ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3 എന്താ പറയുന്നത്? പിക്ക് ഔട്ട് പെയർസ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. ഈ പോയത്തിൽ നിന്നും നമ്മൾ എന്താ തിരഞ്ഞെടുക്കേണ്ടത്? റൈമിംഗ് വേർഡ്സ് നമ്മൾ തിരഞ്ഞെടുക്കണം. എന്തൊക്കെയാണ് നമ്മുടെ പോയത്തെ റൈമിംഗ് വേർഡ്സ്? ലെറ്റ്സ് സീ ഹിയർ. ദ ഫസ്റ്റ് പെയർസ് ഓഫ് റൈമിംഗ് വേർഡ് ഈസ്, ദ ഫസ്റ്റ് പെയർ ഈസ്, ഇറ്റ് ഈസ് ബ്രിങ്സ് ആൻഡ് കിങ്സ്. എന്താ? ഇറ്റ് ഈസ് ബ്രിങ്സ് ആൻഡ് കിങ്സ്. ഓക്കെ, the first pair is brings and kings. Now the second pair, it is seen green. Okay, now the next one, it is men. Now the next one is toil and soil. So these are the pairs. Okay, അപ്പോൾ എന്താണ് ഈ ആക്ടിവിറ്റീസ്? ഓക്കെ അല്ലേ? ഇത്രയും ആക്ടിവിറ്റീസ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി കൂടിയുണ്ട്. നോക്കൂ ഇവിടെ, we are aware of the importance of agriculture. നമ്മളെല്ലാവരും എന്താണ്, കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, കൃഷിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരാണ് അല്ലേ. എന്താണ്, why can't we celebrate ചിങ്ങം ഫസ്റ്റ് ആസ് ദ ഫാമേഴ്സ് ഡേ ഇൻ അവർ സ്കൂൾ? എന്തുകൊണ്ട് നമുക്ക് ചിങ്ങം 1 നമ്മുടെ സ്കൂളിൽ കർഷക ദിനമായിട്ട് ആഘോഷിച്ചൂടാ എന്നാണ് ചോദ്യം. ഓക്കെ, ടു മേക്ക് ദ പ്രോഗ്രാം കളർഫുൾ, നമ്മുടെ പ്രോഗ്രാം അടിപൊളിയാക്കണം, കളർഫുൾ ആക്കണം, ചില്ലാക്കണം, വൈബ് ആക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് പ്രിപ്പറേഷൻസ് ആർ ടു ബി മെയ്ഡ്? നമ്മൾ എന്തെല്ലാം പ്രിപ്പറേഷൻസ് അവിടെ ചെയ്യണം? നോക്കി ഇവിടെ, ഇൻവൈറ്റിംഗ് ഫാമേഴ്സ് ടു ദ സ്കൂൾ, നമുക്ക് എന്ത് ചെയ്യാം? ഫാമേഴ്സിന് സ്കൂളിലേക്ക് ക്ഷണിക്കാം. ഫൈൻഡിങ് എക്സ്പേർട്സ് ടു ടോക്ക് ഓൺ ദ ഒക്കേഷൻ, കൃഷിയെക്കുറിച്ച് ഒരുപാട് അറിയുന്ന വലിയ വലിയ ആളുകൾ നമുക്ക് എന്ത് ചെയ്യാം? ജനങ്ങൾക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ആളുകൾ നമുക്ക് ക്ഷണിക്കാം. പ്രിപ്പയറിംഗ് എ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. പ്രിപ്പയറിംഗ് നോട്ടീസ് ആൻഡ് പോസ്റ്റേഴ്സ്, നോട്ടീസും പോസ്റ്റേഴ്സ്, കൃഷിയെക്കുറിച്ചും കൃഷിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള എന്ത് ചെയ്യാം? നമുക്ക് പോസ്റ്റേഴ്സ് ഒക്കെ എഴുതി ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റിന് ശേഷം here we have a question. Now അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രിപ്പയർ എ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ടു പ്രിപ്പയർ എ ലെറ്റർ, ഒരു ലെറ്റർ എഴുതാനാണ് എന്ത് ഇവിടുത്തെ ചോദ്യം. സോ എന്ത് ലെറ്റർ ആണ്? ഇറ്റ്സ് എ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ, ക്ഷണക്കത്താണ് അല്ലേ, ഫോർ ദ ഫാമേഴ്സ്. എങ്ങനെയാണ്? ഒരു കർഷകനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ഷണിക്കാൻ പോകുന്നത്. എങ്ങനെ നമ്മൾ എഴുതാം? നോക്കൂ ഇവിടെ, രാമാനുജൻ 6th Avenue പാലക്കാട്, നമ്മൾ അവിടെ അഡ്രസ് എഴുതിയില്ലേ. അടുത്ത് ഇവിടെ നോക്കിയേ, 17th May 2023. നമ്മൾ എങ്ങനെ ഡേറ്റ് എഴുതിയത്? ഇപ്പോഴും ഡേറ്റ് എന്ത് ചെയ്യുക? ഇങ്ങനെ എഴുതുക. നോക്കൂ, 17th May 2023. ഇയർ കംപ്ലീറ്റ് എഴുതാൻ പഠിക്കണം. മന്ത് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മാസം സ്പെല്ലിങ്ങിൽ കറക്റ്റ് നമ്മൾ എഴുതണം. ഓക്കെ, അടുത്ത് നോക്കൂ ഇവിടെ, അടുത്ത് നോക്കിയിടാ, ഡിയർ അങ്കിൾ. അടുത്ത് നമ്മൾ കൊടുത്തേ? ഡിയർ അങ്കിൾ, സാലുട്ടേഷൻ കൊടുത്തു നമ്മൾ. ഡിയർ അങ്കിൾ, പ്രിയപ്പെട്ട അങ്കിൾ, നമ്മൾ എന്ത് ചെയ്തു? സാലുട്ടേഷൻ കൊടുത്തു. അടുത്ത് നോക്കിയേ, ദ ഫാമേഴ്സ് ക്ലബ് ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് ആസ് ഫാമേഴ്സ് ഡേ ഇൻ അവർ സ്കൂൾ. നമ്മൾ എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? ചിങ്ങം 1 നമ്മുടെ സ്കൂളിൽ കർഷക ദിനം എന്താണ് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഫാമിംഗ് is a noble work because the farmers feed the world. ഈ ലോകത്തിൽ എല്ലാവരും ഭക്ഷണം കഴിപ്പിക്കുന്ന ആരാണ്? ഫാമേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഫാമിംഗ്, കൃഷി എന്ന് പറയുന്നത് എന്താണ്? നോബിൾ ആണ്, മഹത്തായിട്ടുള്ളൊരു ജോലിയാണ്. Now നോക്കിയേ, അതുകൊണ്ട് തന്നെ we want to honor all the farmers in this locality. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? ഈ ലൊക്കാലിറ്റിയുള്ള എല്ലാ ഫാമേഴ്സിനും എന്ത് വേണം? നമുക്ക് ആദരിക്കണം. A meeting will be held at 2 p.m. on the day in our school. Mr. Mohan, who has won the state award for the best farmer, will give out a talk about the modern methods in agriculture. അപ്പോൾ എന്താണ്? മിസ്റ്റർ മോഹൻ എന്ന് പറയുന്ന വ്യക്തി സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ ആളാണ്, മികച്ച
കർഷകനുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ടുള്ള മിസ്റ്റർ മോഹൻ എന്ന് പറയുന്ന ആള് അന്ന് എന്ത് ചെയ്യും, അദ്ദേഹം നമ്മുടെ സ്കൂളിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പം നോക്കിയേ, സോ വി എക്സ്പെക്ട് യുവർ വാല്യുബിൾ പ്രസൻസ് ഓൺ ദിസ് ഒക്കേഷൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട കർഷകനാണ്, നിങ്ങൾ അന്ന് എന്ത് ചെയ്യണം, നേരത്തെ കാലത്ത് എന്ത് വേണം, നമ്മുടെ സ്കൂളിലേക്ക് വന്നിട്ട് അവിടെ ഉണ്ടാവണം. റിഗാർഡ്സ് സെക്രട്ടറി ഗവൺമെന്റ് HS ഫാമേഴ്സ് ക്ലബ് പാലക്കാട്. അപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് എന്താണ്, ഫാമേഴ്സ് ക്ലബ്ബിലെ, കർഷക ക്ലബ്ബിലെ, കൃഷി ക്ലബ്ബിലെ, യെസ് ആ ക്ലബ്ബിലെ സെക്രട്ടറിയാണ് ആര്, നമ്മുടെ സെക്രട്ടറിയാണ് കത്ത് ഇവിടെ എഴുതുന്നത്. ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാമിനൊക്കെ. ഓക്കെ, അപ്പോൾ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ആണ് ഇവിടെ എന്ത് ചെയ്തത്, നിങ്ങൾ പഠിച്ചത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഒരു പക്ഷേ എന്താ ലെറ്റർ ഓഫ് റിപ്ലൈങ് എന്ത് വരാം, നമുക്ക് ചോദ്യം ചോദിക്കാം. അത് നമ്മളെപ്പം പഠിക്കും, അത് നമ്മൾ എക്സാം അനുബന്ധിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പഠിക്കും. അപ്പം മനസ്സിലായല്ലോ, എന്ത് ചെയ്യരുത്, ലൈവ് ക്ലാസ് എന്ത് ചെയ്യരുത്, ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു. സോ വി സ്റ്റോപ്പ് ഹിയർ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററിൻ്റെ വീഡിയോയുമായിട്ട് എന്ത് ചെയ്യും, I will be back. Okay, till that you all should be there, watch the video, share to your friends, and be with Xylem. So thank you so much.